LKLS സ്റ്റാർസ് മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 4.1-ലെ എക്സാമ്പിൾ 1-ൽ 6th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5th വരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. x² + 3x + 1 = x - 2 the whole square. ഈ x - 2 the whole square നോക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലേ. എന്താ വരിക? a - b the whole square എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റിയാണ്. അതിൻ്റെ എക്സ്പാൻഷനാണ് a² - 2ab + b². സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐഡൻറ്റിറ്റി ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുക. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ എടുത്തെഴുതുക. ദെൻ ഇതെന്താണ്? a² എന്ന് പറയുമ്പോൾ x². ദെൻ -2ab എന്ന് പറയുമ്പോൾ എന്താ വരിക? -2 × x × 2. ദെൻ +b² എന്ന് പറയുമ്പം -2 the whole square. ക്ലിയർ? ദെൻ വൺസ് അഗൈൻ ഇത് തന്നെ എടുത്തെഴുതുക. x² + 3x + 1 = x² - ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 2 × x × 2. അപ്പോൾ എന്താ കിട്ടുക? നമുക്ക് 4x. അതിൻ്റെ മുന്നിൽ ആരെ കൊടുക്കണം? -4x. ദെൻ -2 × -2 4 +4. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നതിനെ എല്ലാത്തിനെയും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ. സോ x² 3x + 1 എഴുതി. ദെൻ ഇവിടെ എന്ത് കൊടുത്തു? x² ഇപ്പുറേക്ക് വരുമ്പോൾ -x², -4x ഈക്വലിൻ്റെ ഇപ്പുറേക്ക് പോകുമ്പോൾ +4x. ദെൻ +4 ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ എടുക്കുമ്പോൾ -4 = 0 ഇവിടെ കൊടുക്കണം കേട്ടോ. ഇവിടെ =0, കാരണം നമുക്കിനി ഇവിടെ ഒന്നുമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ടേംസ് ഇവിടെ x² ഉണ്ട്, ഇവിടെ -x² ഉണ്ട്. സോ അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നമുക്ക് അടുത്ത ലൈക്ക് ടേംസിൻ്റെ ഇവിടെ 3x ഉണ്ട്, ഇവിടെ 4x ഉണ്ട്. അതിൻ്റെ മുന്നിൽ ആരാ? പ്ലസ് ആണ് അല്ലേ രണ്ടിലും. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ഏതാണ്? ഈ 3x പിന്നെ ഈ കിടക്കുന്ന 4x തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 7x. ഇനി റിമൈൻ ചെയ്യുന്നത് എന്താണ്? +x ഉണ്ട്, ഇവിടെ ഒരു -4 ഉണ്ട്. സോ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. +1 -4 കൂടെ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 3 കിട്ടും. അതിൻ്റെ മുന്നിൽ എങ്ങനെയാണ് മൈനസ് വന്നത്? ഗ്രേറ്റർ നമ്പറിൻ്റെ മുന്നിൽ മൈനസാണ്. സോ 7x - 3 = 0. ഇത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പ്രകാരം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ എന്താ പഠിച്ചത്? ax² + bx + c = 0. ഇതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. പക്ഷേ നമുക്ക് കിട്ടിയ ആൻസർ നോക്കിയാൽ 7x - 3 = 0. ഇവിടെ എക്സിൻ്റെ പവർ 2 ഉണ്ടോ? ഇല്ല, കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയത് ഇത്രയും മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഫോം ഓഫ് ax² + bx + c = 0. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ അല്ലേ ഇതിൻ്റെ ആൻസർ? ഓക്കെ, താങ്ക് യു.